പാരീസ് ഒളിമ്പിക്സ് പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി. 89.45 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ വെള്ളി മെഡലാണിത്. ഫൈനലിൽ ഇന്ത്യയുടെ ഉറച്ച മെഡൽ പ്രതീക്ഷയായി ഇറങ്ങിയ നീരജ് ആ പ്രതീക്ഷ തെറ്റിച്ചില്ല. സീസണിലെ തന്റെ ഏറ്റവും മികച്ച ദൂരമായ 89.45 മീറ്റർ ദൂരമെറിഞ്ഞപ്പോൾ പൊന്നുപോലൊരു വെള്ളിയാണ് നീരജ് ഇന്ത്യക്കായി നേടിക്കൊടുത്തത്. യോഗ്യതാ റൗണ്ടിലെ ആദ്യ ത്രോയിൽ തന്നെ 89.34 മീറ്റർ എറിഞ്ഞ് ഫൈനൽ ഉറപ്പിച്ച നീരജിന്റെ ആദ്യ ത്രോയ്ക്കായി ഇന്ത്യൻ ആരാധകർ ആവേശത്തോടെയാണ് കാത്തിരുന്നത്. എന്നാൽ ഒരു മികച്ച തുടക്കം സ്വപ്നം കണ്ട നീരജിന് ആദ്യ ശ്രമത്തിൽ പിഴച്ചു. ഫൈനലിലെ നീരജിന്റെ ആദ്യ ത്രോ തന്നെ ഫൗളായി. പക്ഷേ രണ്ടാം ത്രോയിൽ നീരജ് പ്രതീക്ഷകൾ തിരിച്ചുപിടിച്ചു. 89.45 മീറ്റർ ദൂരത്തിലേക്ക് പാഞ്ഞെടുത്ത ജാവലിൻ തറച്ചത് പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യ വെള്ളി മെഡലിലാണ്. 6 ത്രോ എറിഞ്ഞ നീരജിന്റെ 4 ശ്രമങ്ങളാണ് ഫൗളായി മാറിയത്. രണ്ടാം ശ്രമത്തിൽ നേടിയെടുത്ത മികച്ച ദൂരം നീരജിനെ വെള്ളിത്തിളക്കത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൽ 87.58 മീറ്റർ ദൂരത്തിൽ ജാവലിൻ പായിച്ചായിരുന്നു നീരജ് സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത്. അതിലും മികച്ച ദൂരം പാരീസിൽ എറിയാൻ സാധിച്ചുവെന്നത് വരും ടൂർണമെന്റുകളിൽ നീരജിന് ആത്മവിശ്വാസം പകരും. വെള്ളി മെഡൽ നേട്ടത്തോടെ വ്യക്തിഗത ഇനത്തിൽ 2 മെഡൽ സ്വന്തമാക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരവും അത്ലറ്റിക്സിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരവുമായി നീരജ് ചോപ്ര മാറി. 92.97 മീറ്റർ എറിഞ്ഞ് പാകിസ്ഥാന്റെ അർഷാദ് നദീമാണ് സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത്. ഒളിമ്പിക് റെക്കോർഡോടെയാണ് നദീമിന്റെ സ്വർണ്ണ നേട്ടം. 88.54 മീറ്റർ എറിഞ്ഞ ഗ്രനേഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സിനാണ് വെങ്കലം. ഒളിമ്പിക്സ് ഡെസ്ക്, മീഡിയ 1.